കാരണവശാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത്. അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു കോഴ വിവാദം ഉണ്ടായാൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോവുക. യഥാർത്ഥമായ വിഷയം എന്ത് ചെയ്തിട്ടില്ല, യഥാർത്ഥമായ വിഷയം പുറത്തു വരട്ടെ. എന്താ നോക്കാം നമുക്ക്. പ്രമോദ് കോട്ടുളിയും അമ്മയും ഈ ആരോപണം ഉന്നയിച്ചത്, അതായത് കോഴ നൽകി എന്ന് ആരോപണം ഉയർന്ന ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറാൻ എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു കാരണം? ഈ ശ്രീജിത്ത് എന്നുള്ള പേര് എവിടുന്ന് വന്നു? പാർട്ടി പറഞ്ഞിരുന്നു? എന്റെ അമ്മയാണ്. എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഈ പാർട്ടി ഒരു നടപടി എന്ന കാര്യം അറിയിച്ചിട്ടുണ്ടോ? അതായത് അനീഷേട്ടനല്ലേ, അനീഷേട്ടൻ നമ്മൾ ആദ്യം മകനായിട്ടാണ്, ആദ്യം നമ്മൾ ജനിക്കുകയാണ്, മകനായിട്ടാണ് നമ്മളെല്ലാം ആവുന്നത്. ആ ജനിച്ച അമ്മയോട് കാണിക്കേണ്ട നീതിന്റെ അപ്പുറത്ത് വേറൊരു നീതി കാണിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? 22 ലക്ഷത്തിന്റെ അഴിമതിക്കാരനാണ് ഞാൻ ഇരിക്കുന്നത്. ആ 22 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഇവിടുത്തെ ചോദ്യമുള്ളൂ, വേറെ ഇല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവരമ്മയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു മകന്റെ ഉത്തരവാദിത്വം, ഒരു മകൻ, ആ മകന്റെ ഉത്തരവാദിത്വമാണ് അമ്മയുടെ മുന്നിൽ അയാൾ കളങ്കിതനല്ല എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം. അത്രേ ഉള്ളൂ. ഈ പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് ചേർന്നിരുന്നു, അക്കാര്യം അറിയിച്ചിരുന്നു? ഇല്ല, അറിയിച്ചില്ല. ഏരിയ കമ്മിറ്റി യോഗം ചേർന്നായിട്ട് അറിഞ്ഞോ? അറിഞ്ഞ അല്ല, ഞാൻ രാവിലെ വിളിക്കുമ്പോൾ ഏരിയ കമ്മിറ്റി യോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അവിടെ നടക്കാൻ പോകുന്നു പറഞ്ഞു. താങ്കൾ പറഞ്ഞത് എന്നെ അറിയിച്ചിരുന്നില്ല. എന്നെ അറിയിച്ചിരുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലോ. ഇങ്ങനെ ഒരു നടപടി ഉള്ളതായിട്ട് ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞില്ല. ഏരിയ സെക്രട്ടറിയോ ലോക്കൽ അങ്ങനെ ആരും ഘടകത്തിലൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇപ്പൊ മറ്റൊരു കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആരാണ് താങ്കൾക്കെതിരെ പ്രമോദെ പരാതി നൽകിയത്? അത് വലിയ ബോധ്യമുണ്ടോ? ശ്രീജിത്താണോ പരാതി നൽകിയത്? ഈ പരാതി നൽകിയതിനെ പറ്റി ഇതുവരെ ഔദ്യോഗികമായിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എല്ലാ ചാനലിനകത്തും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പരാതി ഇല്ല, പരാതി കൊടുത്തിട്ടില്ല. അപ്പൊ ആരാണോ പരാതിക്കാരെന്നുള്ളത് എന്നോട് പറയണ്ടേ? എന്നോട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ഇന്ന ആള് കൊടുത്തിട്ടുണ്ട് എന്ന് പറയണ്ടേ? ആ പരാതി ആളുടെ പേര് അറിയട്ടെ, ആരാണ് പേര് കൊടുത്തത്? ആ പരാതിക്ക് പിന്നിൽ പാർട്ടിക്കാർക്ക് പങ്കുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു സഖാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് പാർട്ടിക്ക്, അല്ലേ? ആ സഖാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് 100% ഉറപ്പായാൽ അയാൾ തിരുത്തൽ നടപടിക്ക് വിധേയമാകണം. അയാളെ പാർട്ടി എന്ത് ചെയ്യണം? ആ തിരുത്തൽ നടപടി അയാളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ ഇന്നത് ചെയ്തു, നിങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര പൈസ വാങ്ങിച്ചു അല്ലെങ്കിൽ ഇന്നത് ചെയ്തു എന്ന് കൃത്യമായ തെളിവോടുകൂടി പറയണം, വേണ്ടേ? ആ തെളിവോടുകൂടി വരട്ടെ. ആ തെളിവാണ് ഞാൻ കാത്തിരിക്കുന്നത്. താങ്കളുടെ ഒരു കാലത്ത് അടുത്ത സഖാവാണ് ഇപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തെ ഈ വിഷയം സംസാരിച്ചിരുന്നോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഞങ്ങളുടെ ഒരു എന്താ പറയാ, ഞങ്ങളുടെ ഒരു ഏട്ടനെ പോലെയാണ്. നമ്മുടെ ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരാളാണ്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ഒരിക്കലും എന്തില്ല, കശാപ്പ് ചെയ്യില്ല. സഹോദരനാണ്. അങ്ങനെ മുഹമ്മദ് റിയാസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും മനസ്സിലാക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഈ മറ്റു ചില ഇടപാടുകൾ പ്രമോദിനുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നവർ. റിയൽ എസ്റ്റേറ്റ് തരമായി അങ്ങനെ എന്തെങ്കിലും ഇടപാടുകളോ കച്ചവടങ്ങളോ ഭൂമി വസ്തുക്കളോ ഒരു സഹകരിക്കണം. ഇനി ഇന്നത്തെ പോട്ടെ, ഇന്നത്തെ